സാന്ത്വനത്തിൽ അങ്ങനെ എല്ലാവരും കൂടെ ചുറ്റും നിന്ന് ധർമ്മനെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് സമ്മതിപ്പിച്ച അവസാനം കട ഉദ്ഘാടനം നടത്തി കഴിഞ്ഞു. അതോടുകൂടി ബാലന് നാട്ടുകാരുടെ മുമ്പിലൊക്കെ ആകെ നാണക്കേടുമായി. നാട്ടുകാർക്ക് ഒരു ചാൻസ് കിട്ടിയപ്പോൾ അവര് ദേവിയുടെയും ആനന്ദിന്റെയും കാര്യം സംസാരിക്കുന്നതിനോടൊപ്പം ഇപ്പൊ ഇതും സംസാരിക്കാൻ തുടങ്ങി. ബാലനോടും ആനന്ദിനോടൊക്കെ ശരിക്കും എന്താ ഉണ്ടായത്, എന്തിനാ മരുമോള് വീട് വിട്ട് പോയത്, മരുമോളുടെ ആണോ കുഴപ്പം, അതോ നിങ്ങളുടെ മോന്റെ ആണോ കുഴപ്പം, അതോ നിങ്ങളുടെ ഭാര്യയുടെ ആണോ കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്നതിന്റെ ഒപ്പം തന്നെ ധർമ്മൻ എന്ത് പണിയായി കാണിച്ചത്, ഗോമതി സ്റ്റോഴ്സിന്റെ തൊട്ടപ്പുറത്ത് തന്നെ അവരുടെ അമ്മയുടെ പേരിൽ വേറൊരു കട തുടങ്ങിയിരിക്കുന്നു, എന്തോ ഒരു നന്ദികേടാ കാണിച്ചത് എന്നൊക്കെ നാട്ടുകാരിങ്ങനെ പറയുന്നതിലൂടെയാണ് ബാലൻ പോലും ധർമ്മൻ ഇങ്ങനെ ഒരു കട തുടങ്ങിയ കാര്യമൊക്കെ അറിയുന്നതും ധർമ്മന്റെ പുതിയ കട പോയി കാണുന്നതും. അങ്ങനെ അതൊക്കെ കണ്ടതോടുകൂടി കലി പൂണ്ട ബാലൻ നേരെ വീട്ടിലേക്ക് വന്നിട്ട് ഗോമതിയോട് ഇതൊക്കെ ഇങ്ങനെ പറയാണ്. ആദ്യം ധർമ്മൻ കട തുടങ്ങിയിട്ടുണ്ട്, പുതിയ കട പലചരക്ക് കടയാണ് എന്നൊക്കെ പറയുമ്പോൾ ഗോമതിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ആഹാ, നന്നായി, അവനൊരു ജീവിതമാർഗം ആയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഗോമതി സ്റ്റോഴ്സിന്റെ അടുത്താണ് ഈ പുതിയ കട ഇരിക്കുന്നതെന്ന് അറിയുന്നതോടുകൂടി ഗോമതിയുടെ സംസാരം മാറുന്നു. ധർമ്മനാണോ അങ്ങനെ ചെയ്തത്, അവൻ എന്തൊരു ചതിയാ കാണിച്ചത് എന്നൊക്കെ പറയാൻ തുടങ്ങുന്നു. അതേസമയം പുതിയ കടയിൽ ഇന്ദിര സ്റ്റോഴ്സിലെ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കാൻ പറയാണ് കേട്ടോ ധർമ്മനോട് എല്ലാവരും. അപ്പൊ ധർമ്മൻ പറയാണ്, ഇതുവരെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ കൂട്ടി നിന്നു, പക്ഷെ നിങ്ങൾ ആര് എന്തൊക്കെ പറഞ്ഞാലും ശരി ഇത് ഞാൻ ചെയ്യില്ല, ക്യാഷ് കൗണ്ടറിലൊന്നും ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ വാശിയിൽ നിൽക്കുമ്പോൾ ക്യാഷ് കൗണ്ടറിൽ ഞാൻ ഇരിക്കാം എന്ന് പറഞ്ഞ് സുകന്യ കയറി ഇരിക്കുകയാണ് കേട്ടോ. അത് മതി, ധർമ്മൻ ഇരുന്നാലും സുകന്യ ഇരുന്നാലും ഒരുപോലെ തന്നെ ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ ക്ലാപ്പ് ചെയ്യുന്നു. അങ്ങനെ സുകന്യ സന്തോഷത്തിൽ കമ്പ്യൂട്ടറൊക്കെ തൊട്ട് തൊഴുതി ക്യാഷ് കൗണ്ടറിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ മുതലാളി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നാളത്തെ എപ്പിസോഡിൽ എന്താ ഉണ്ടാവാൻ പോകുന്നത് നോക്കുമ്പോൾ ധർമ്മൻ നേരെ ദേവമംഗലത്തേക്ക് പോവാണ് കേട്ടോ. ഇനിയും ഈ കാര്യങ്ങളൊക്കെ ദേവമംഗലത്ത് അറിയിച്ചില്ലെങ്കിൽ അത് വളരെ മോശമാണ്, ഞാൻ ഇപ്പൊ തന്നെ പോയി പറയാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ് കടയിൽ നിന്ന് ഇറങ്ങി ദേവമംഗലത്തേക്ക് പോവാണ്. അവിടെ എത്തി ബാലനും ഗോമതിയും ധർമ്മനെ അവിടെ കണ്ട ഉടനെ, എടാ ചതിയാ, നീ എന്ത് ചതിയാടാ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പൊട്ടിത്തെറിച്ച് തുടങ്ങാണ് കേട്ടോ. അപ്പൊ ആദ്യം ബാലൻ ധർമ്മനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഒരു കാര്യം നിന്നോട് ചോദിച്ചോട്ടെടാ, ഇതിന് മാത്രം എന്ത് വലിയ തെറ്റാടാ ഞാൻ നിന്നോട് ചെയ്തത്, കടയിൽ പണം കാണാതായപ്പോ അതിന്റെ ടെൻഷനിൽ അറിയാതെ അതിനെക്കുറിച്ച് നിന്നോടൊന്ന് ചോദിച്ചു പോയി, അത്രയല്ലേ ചെയ്തുള്ളൂ, അതിന് ഇത്രയും വലിയ പ്രതികാരമൊക്കെ വേണമായിരുന്നോടാ, ചതിയാ, നീ ആ വീട്ടിൽ ജനിച്ചതാണെങ്കിലും നിന്നെ വളർത്തിയത് ഞാനാണ്, അതുകൊണ്ട് എൻ്റെ സ്വഭാവമാണ് നിനക്ക് എന്നാ ഞാൻ വിചാരിച്ചത്, അല്ലടാ നീ അവിടുത്തെ രക്തം തന്നെയാണെന്ന് നീ തെളിയിച്ചു എന്നൊക്കെ പറയുമ്പോൾ അളിയൻ വിചാരിക്കുന്ന പോലെയല്ല, ഞാനിതൊന്നും അറിഞ്ഞതല്ല, അച്യുതേട്ടൻ്റെ പ്ലാനാണ് എല്ലാം എന്നൊക്കെ ധർമ്മൻ ഇങ്ങനെ പറയാൻ വരുന്നുണ്ട്. പക്ഷെ ഇവരൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല കേട്ടോ. അങ്ങനെ നീ ഇനി ഒന്നും പറയണ്ടടാ, നീ ആ കട ഉദ്ഘാടനം ചെയ്തില്ലേ, അതിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് ഗോമതി തുടങ്ങുകയാണ് കേട്ടോ ധർമ്മനോട്. പ്രതികാരം ചെയ്യാൻ വേറെ എത്ര വഴികൾ ഉണ്ടായിരുന്നു, ഗോമതി സ്റ്റോഴ്സ് എന്ന ആ ഒരൊറ്റ കട കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വലിയ കുടുംബം കഴിഞ്ഞു പോകുന്നതെന്ന് നിനക്ക് അറിയാതെയൊന്നും അല്ലല്ലോ, ഇത്ര വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് മാത്രമല്ല നിനക്കും കൂടെ ആഹാരം തന്നുകൊണ്ടിരുന്ന കടയാണത്, ആ കടയിൽ തന്നെ കൈവച്ചുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ആഹാരത്തിൽ കൈവച്ചുകൊണ്ട് തന്നെ വേണമായിരുന്നോടാ നിന്റെ പ്രതികാരം, നിന്റെ ഏട്ടന്മാരുടെ വാക്ക് കേട്ടല്ലേ നീ ഇതൊക്കെ ചെയ്തത്, കഴിഞ്ഞു, ഇനി ആ ഏട്ടന്മാരുടെ കൂടെ തന്നെ പൊയ്ക്കോ, ഇങ്ങനെ ഒരു ചേച്ചി നിനക്കില്ല, നീ എൻ്റെ അനിയനല്ല എന്നൊക്കെ ഗോമതി ഇങ്ങനെ വിളിച്ച് പറയാൻ, ചേച്ചിയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് കെഞ്ചുന്നുണ്ട്. ഇവർ കേൾക്കുന്നൊന്നുമില്ല. അങ്ങനെ ധർമ്മൻ നേരെ ആനന്ദിനോടും ആകാശിനോടും ആര്യനോടൊക്കെ പോയി പറയണം, എടാ മക്കളെ നിങ്ങളെങ്കിലും മാമനെ ഒന്ന് വിശ്വസിക്കുക, മാമൻ ഇങ്ങനെയൊക്കെ ചെയ്യോ, നമ്മുടെ ഗോമതി സ്റ്റോഴ്സിനും എന്നെ വളർത്തിയവരോടൊക്കെ ഞാൻ ദ്രോഹം ചെയ്യോ, അങ്ങനെയുള്ള ഒരാളാണോ ഈ ധർമ്മൻ, നിങ്ങളുടെ മാമനെ നിങ്ങൾക്ക് അറിയില്ലേ, ഞാനൊന്നും അറിഞ്ഞതല്ല, എല്ലാം അച്ചുവേട്ടനാ ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ ആനന്ദ് പറയാണ്, മതി മാമ, എല്ലാവരെയും ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്നതാ എൻ്റെ അച്ഛനും ഞങ്ങൾ എല്ലാവരും ചെയ്യുന്ന തെറ്റ്, എൻ്റെ കൂടെ ജീവിച്ചവളെ ചെയ്തിട്ട് പോയത് കണ്ടില്ലേ, ഇപ്പോൾ അടുത്തത് മാമനും, ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ ആനന്ദ് ഇങ്ങനെ പറയുമ്പോൾ, മോനെ ആനന്ദേ നീയാണോ ഈ പറയുന്നത് എന്നൊക്കെ മാമൻ ചോദിക്കുകയാണ്. അപ്പൊ ആര്യം പറയാണ്, അല്ല ഏട്ടാ അച്ഛ, മാമൻ എന്തോ പറയാൻ വരുന്നുണ്ട്, അത് മുഴുവനായിട്ട് മാമൻ പറയട്ടെ, പറ മാമ ശരിക്കും എന്താ ഉണ്ടായത് എന്നൊക്കെ ആര്യം ചോദിക്കുമ്പോൾ, ശരിക്കും എന്താ ഉണ്ടായതെന്ന് നിനക്കിപ്പോഴും മനസ്സിലായില്ലേ, ഈ ചതിയനെ നീ ഇപ്പോഴും വിശ്വസിക്കുകയാണോ എന്നൊക്കെ ബാലൻ പറയണം കേട്ടോ. അപ്പൊ ധർമ്മൻ ഇങ്ങനെ മുഖമൊക്കെ മാറുന്നുണ്ട്. അങ്ങനെ ധർമ്മൻ ബാലനോട് പറയാണ്, അളിയ അന്ന് നിങ്ങൾ എന്നെ കള്ളനാക്കി, ഇന്നിപ്പൊ ചതിയനും ആക്കി, വീണ്ടും വീണ്ടും എന്നെ നിങ്ങൾക്ക് വിശ്വാസം ഇല്ല, എന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന് നിങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇപ്പോ അളിയനും ചേച്ചിയും കേൾക്കാൻ ഞാൻ പറയാ, ഞാൻ ഇന്ദിര സ്റ്റോഴ്സ് നടത്തും, ഈ നിമിഷം വരെ ആ കട നടത്താനുള്ള ഇഷ്ടം എനിക്ക് തീരെ ഇല്ലായിരുന്നു, പക്ഷേ എന്നെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്ന് അറിഞ്ഞതോടുകൂടി ഞാൻ ഇനി ആ തീരുമാനം എടുത്തു, ഇന്ദിര സ്റ്റോഴ്സ് ഞാൻ നടത്താൻ പോവുക, ഗോമതി സ്റ്റോഴ്സ് പൊളിയുന്നെങ്കിൽ പൊളിയട്ടെ, എല്ലാവരും നശിക്കട്ടെ എന്നൊക്കെ ധർമ്മൻ ഇങ്ങനെ പെട്ടെന്ന് ആ ഒരു ഇമോഷനിലും ആ വിഷമത്തിലും ദേഷ്യത്തിലൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പൊ ബാലൻ പറയാണ്, എന്നെ തോൽപ്പിക്കാൻ നീ
തയ്യാറെടുത്തു അല്ലേ? കഴിയില്ലടാ, ഈ ബാലനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. കൂടിപ്പോയാൽ 1 മാസം, അതിൽ കൂടുതൽ ആ കട അവിടെ കാണില്ല എന്നൊക്കെ ബാലൻ ഇങ്ങനെ വെല്ലുവിളിക്കുകയാണ് കേട്ടോ. അത് നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ് ധർമ്മനും തിരിച്ച് വെല്ലുവിളിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പൊ ആര്യന് മാത്രമേ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുള്ളൂ. ഇതിൽ എന്തോ ഒരു ചതിയുണ്ട്, മാമൻ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല എന്ന് ആര്യന് മാത്രം മനസ്സിലാവുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാവരും അപ്പോഴത്തെ ഒരു ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ധർമ്മൻ നേരെ ഇന്ദിരാ സ്റ്റോഴ്സിലേക്ക് പോകുന്നു. അവിടെ ക്യാഷ് കൗണ്ടറിൽ ഇരുന്ന് ബിസിനസ് ഒക്കെ തിരക്കിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സുകന്യ. അപ്പോൾ അവിടെ പോയി നിന്നിട്ട് ഇങ്ങനെ ദേവമംഗലത്ത് നടന്ന കാര്യങ്ങളൊക്കെ അവരോടൊക്കെ പറയാണ്. അങ്ങനെ അച്യുതനൊക്കെ പറയാണ്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേടാ, അവര് നിന്നെ മനസ്സിലാക്കാൻ പോകുന്നില്ല. നീ അവരെക്കാൾ വലിയൊരു കടയിട്ട് ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് എത്തുന്നത് ആ ബാലന് കണ്ടൂടാ. നിന്നെ ഒരു പണിക്കാരനാക്കി ആ ഗോമതി സ്റ്റോഴ്സിൽ തന്നെ തളച്ചിടണമെന്നായിരുന്നു ബാലന്റെ ആഗ്രഹം. അത് നടന്നില്ലല്ലോ, അതിന്റെ ദേഷ്യ ബാലന് എന്നൊക്കെ പറഞ്ഞ് എരുതിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് വിടുന്നുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഉദ്ഘാടനം ചടങ്ങൊക്കെ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി ബിസിനസ് നോക്കിക്കോ എന്നും പറഞ്ഞ് അച്യുതനും അനന്തനും എല്ലാവരും അവിടെ നിങ്ങോട്ട് വരികയാണ് കേട്ടോ, വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ സുകന്യയും ധർമ്മനും മാത്രമാണ് കടയിലുള്ളത്. ആ സമയത്ത് നമ്മുടെ ആര്യൻ കടയിലേക്ക് കയറി വരികയാണ് കേട്ടോ. ശരിക്കും എന്താ ഉണ്ടായതെന്ന് അറിയണമല്ലോ, അപ്പം അതിനായിട്ടാണ് വരുന്നത്. അപ്പോൾ സുകന്യയ്ക്കും ധർമ്മനും ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അലോകും കടയിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് ആര്യൻ കയറി വരുന്നത്. എന്നിട്ട് മാമനോട് ചോദിക്കുന്നുണ്ട്, മാമ എന്നോട് പറ, ശരിക്കും എന്താ ഉണ്ടായത്? മാമൻ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ചതി ഒന്നും ചെയ്യില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് മാമ. അല്ല, എന്താ ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുകയാണ് ധർമ്മൻ. അല്ല മാമ, ഞാൻ കാര്യങ്ങൾ അന്വേഷിക്കാൻ എന്ന് പറയുമ്പോൾ, ആരും ഇവിടെ വരണ്ട, ധർമ്മന്റെ കാര്യം ആരും അന്വേഷിക്കണ്ട, എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട, അത്ര തന്നെ, ഇറങ്ങി പോടാ അവിടുന്ന്. നിന്റെ വീട്ടിൽ നിന്ന് ഇപ്പം എന്നെ ആട്ടി ഇറക്കിയതല്ലേ, അതേപോലെ ഞാൻ നിന്നോട് ചെയ്യുന്നില്ല. നല്ല വാക്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടുന്ന് പുറത്ത് പോയാൽ നിനക്ക് കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അലോക് വന്നിട്ട്, എന്താ ചോദിച്ചാ ഇവൻ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് ആര്യനെ അടിക്കാൻ വരികയാണ് കേട്ടോ. അങ്ങനെ ആര്യനും അലോകും തമ്മിൽ അടിയും പിടിയുമായിട്ട് ഒരു ബഹളം ആവുന്നു. അങ്ങനെ ധർമ്മനും സുകന്യയും ചേർന്ന് രണ്ടുപേരെയും പിടിച്ചു മാറ്റി സമാധാനിപ്പിച്ച ശേഷം ധർമ്മൻ ആര്യനോട് പറയാണ്, ആര്യ, നിന്നോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനാണ് ഞാൻ പറഞ്ഞത്, വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഇറങ്ങി പോടാ അവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞ് ആട്ടി ഇറക്കുകയാണ് കേട്ടോ. അങ്ങനെ മാമൻ ഇങ്ങനെയൊക്കെ പറയുന്ന ആര്യം വിചാരിച്ചുമില്ല. അങ്ങനെ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം ഗോമതി ഇന്ദിരാമ്മയോടും നന്ദിതയോടും രാജശ്രീയോടൊക്കെ ഇതേക്കുറിച്ചൊക്കെ ചോദിച്ച് വഴക്കിടാനൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ആര്യനെ അലോക് തല്ലിയ വിവരം മിത്ര അറിയുമ്പോൾ മിത്ര അലോകിനോട് വഴക്കിടാനും പോകുന്നുണ്ട് കേട്ടോ. നിന്നെ ഞാൻ കൊല്ലുവടാ, ആര്യനെ നീ തല്ലിയല്ലേ എന്നൊക്കെ പറഞ്ഞ് മിത്ര അലോകിനെ തല്ലാനൊക്കെ പോകുമ്പോൾ മിത്രയെ എങ്ങനെയൊക്കെയോ സമാധാനിപ്പിച്ച് ആര്യൻ കൂട്ടിക്കൊണ്ട് വരുന്നൊക്കെ ഉണ്ട്. പക്ഷേ വീണ്ടും ആര്യന് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ചതിയുണ്ട്, അച്യുതൻ്റെ ചതി ആവാനാണ് ചാൻസ് ഉള്ളത്. അല്ലാതെ മാമൻ ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് പ്ലാൻ ചെയ്ത് ഇങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല എന്നുള്ളൊരു വിശ്വാസം ആര്യനുണ്ട്. ഇനിയിപ്പോൾ ആര്യൻ വീട്ടിൽ പോയതിനു ശേഷം ആകാശിനോടോ ആനന്ദിനോടൊക്കെ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം മാമനും മക്കളും വീണ്ടും ഒന്നാവാൻ പോകുന്നുണ്ട് കേട്ടോ. ബാലനോടുള്ള ദേഷ്യമൊക്കെ അങ്ങനെ തന്നെ നിൽക്കും, പക്ഷെ മക്കളും മാമനും ഒന്നാവാൻ പോകുന്നുണ്ട്. അത് അധികം വൈകാതെ സംഭവിക്കും. അതേപോലെ തന്നെ ഈ ബഹളങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ദേവിക്ക് ആനന്ദിന്റെ വക ഒരു ഡിവോഴ്സ് നോട്ടീസും കിട്ടാൻ പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ കഥ എങ്ങനെ പോകുന്നു, എന്താണ് ഈ കഥയെക്കുറിച്ചുള്ള അഭിപ്രായം എന്നൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയൂ കേട്ടോ. താങ്ക് യു, ബൈ.